അങ്കമാലി സ്വദേശി ബിൽജിത്ത് എന്ന 18-കാരന്റെ ഹൃദയം ഇനി കൊല്ലം അഞ്ചൽ കരിഗോൺ സ്വദേശിയായ 13-കാരിയിൽ തുടിക്കും. എറണാകുളം ലിസി ആശുപത്രിയിൽ നടന്ന ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ന് വെളുപ്പിന് 6:30 പൂർത്തിയായി. പുലർച്ചെ 1 മണിയോടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും ഹൃദയവുമായി തിരിച്ച ആംബുലൻസ് പോലീസിന്റെ സഹായത്തോടെ 20 മിനിറ്റ് കൊണ്ട് ലിസി ആശുപത്രിയിലെത്തി. 1:25 ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ ആരംഭിച്ചു. 3:30 ഹൃദയം കുട്ടിയിൽ സ്പന്ദിച്ചു തുടങ്ങി. ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം 13-കാരി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. പിന്നാലെ പോലീസ് അകമ്പടിയോടെ 4 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക്. തുടർന്ന് പരിശോധനകൾ ആരംഭിച്ചു. റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി കളുശ്ശേരി പാലമുറ്റത്ത് ബിജുവിന്റെയും ലിൻഡയുടെ മകൻ ബിൽജിത്തിന്റെ ഹൃദയമാണ് 13-കാരിക്ക് വേണ്ടി കണ്ടെത്തിയത്. മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്കൊടുവിൽ ഹൃദയം ഏറ്റുവാങ്ങാൻ പെൺകുട്ടിയുടെ ശരീരം സജ്ജമാണെന്ന് ഉറപ്പാക്കിയതോടെ ഡോക്ടർമാരുടെ സംഘം അങ്കമാലിയിലേക്ക്. അവിടെ എത്തി ബിൽജിത്തിന്റെ ശരീരത്തിന്റെ അവസാനവട്ട പരിശോധനകൾ. വെള്ളിയാഴ്ച മസ്തിഷ്ക മരണം സംഭവിച്ച ബിൽജിത്തിന്റെ ഹൃദയവുമായി കൊച്ചിയിലേക്ക്. തുടർന്ന് ആരംഭിച്ച ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് വെളുപ്പിന് 6:30 അവസാനിച്ചത്. ഒരു രാത്രി മുഴുവൻ കണ്ണുമച്ചിമാതെ വിവിധ ആശുപത്രിയിലെ വിദഗ്ധ മെഡിക്കൽ സംഘങ്ങൾ നടത്തിയ പ്രയത്നത്തിനൊടുവിലാണ് ശസ്ത്രക്രിയയ്ക്ക് വഴി തുറന്നത്. അടുത്ത 48 മണിക്കൂർ ശസ്ത്രക്രിയ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം പറഞ്ഞത്. ഹൃദയം ചുരുങ്ങുന്ന കാർഡിയാക് മയോപ്പതി എന്ന അസുഖം 13-കാരിക്ക് സ്ഥിരീകരിക്കുന്നത് 10ാം വയസ്സിലാണ്. ഹൃദയത്തിന്റെ വാൽവിൽ സുഷിരമുള്ളതായും കണ്ടെത്തി. മത്സ്യവ്യാപാരിയായ പിതാവിന് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ കഴിയാതായതോടെ നാട്ടുകാർ പണസമാഹരണം നടത്തി. കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ബിൽജിത്ത്. ഈ മാസം 2-ന് രാത്രി അത്താണി കരിയാട് വെച്ച് ബൈക്കിൽ ലോറിയിടിച്ചാണ് ബിൽജിത്തിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബിൽജിത്തിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയെങ്കിലും വെള്ളിയാഴ്ച മസ്തിഷ്ക മരണം സംഭവിച്ചു. തുടർന്നാണ് മകന്റെ ശരീരഭാഗങ്ങൾ ആവശ്യക്കാർക്ക് ദാനം ചെയ്യാൻ മാതാപിതാക്കൾ സമ്മതിക്കുന്നത്. 13-കാരിയെ മാത്രമല്ല മറ്റ് 5 പേരെ കൂടി തിരിച്ചു കൊണ്ടുവന്നാണ് ബിൽജിത്ത് കടന്നുപോയത്. ബിൽജിത്തിന്റെ ഹൃദയം 13-കാരുടെ ശരീരത്തിൽ സ്പന്ദിച്ചു തുടങ്ങിയപ്പോൾ ഒരു വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജും, രണ്ടാമത്തേത് എറണാകുളം രാജഗിരി ആശുപത്രിയും, കരളം ചെറുകുളലും അമൃത ആശുപത്രിയും, കണ്ണുകൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും ഏറ്റെടുത്തു. കൊല്ലത്ത് വാഹനാപകടത്തിൽ മരിച്ച ഐസക് ജോർജിന്റെ ഹൃദയം അങ്കമാലി സ്വദേശിയിൽ തുന്നിപ്പിടിപ്പിച്ചതിന്റെ പിറ്റേന്നാണ് ഈ ശസ്ത്രക്രിയ നടന്നത്. സുഖം പ്രാപിച്ചു വരുന്ന അങ്കമാലി സ്വദേശി ഇപ്പോഴും നിരീക്ഷണത്തിലാണ്.